നമസ്കാരം. സിനിമകൾ എന്നും മലയാളികൾക്കൊരു വികാരം തന്നെയാണ്. അതിപ്പോ ഏത് ഭാഷയിലുള്ളതായാലും മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. നല്ലതായാലും മോശമായാലും ചിത്രം കണ്ട് വിലയിരുത്താനും മലയാളികൾ മിടുക്കരാണല്ലേ. സിനിമകൾ പ്രേക്ഷകർക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഒരുപക്ഷെ കഥാമൂല്യത്തിനൊക്കെ അപ്പുറം അതിലുണ്ടാകുന്ന റൊമാൻറ്റിക് സീനുകളും സ്റ്റണ്ട് സീനും ഒക്കെ ആകാം. എന്നാൽ എങ്ങനെയാണ് അത്തരം സീനുകൾ ഉണ്ടാകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സിനിമാ പ്രേമികളുടെ ഇഷ്ടചിത്രമാണ് മോഹൻലാൽ തകർത്തഭിനയിച്ച പുലിമുരുകൻ. ഈ ചിത്രം ഇറങ്ങിയതിനു ശേഷം സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് ഭാഷയിലും സിനിമയായാലും അതിലെ ഇന്റിമേറ്റ് സീനുകൾ എന്നും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാറുണ്ട്. സിനിമയുടെ വിജയത്തിന്റെ ഒരു കാരണം പോലും പലപ്പോഴും ഇഴുകിച്ചേർന്നുള്ള ഇത്തരം അഭിനയ രംഗങ്ങൾ ആകാറുണ്ട്. പലപ്പോഴും ഇത് കുടുംബ പ്രേക്ഷകരുടെ വിമർശനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കറങ്ങുന്ന ഫാനും കുതിച്ചു പായുന്ന കുതിരയുമെല്ലാം കാണിച്ച് കിടപ്പറ രംഗങ്ങൾ ഒതുക്കി തീർത്ത മലയാള സിനിമയിൽ വരെ ഇന്ന് വളരെ ഭംഗിയായി ഇന്റിമേറ്റ് സീനുകൾ ഉണ്ടാകാറുണ്ട്. തിരക്കഥ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റേത് സീനുകൾ പോലെയും നന്നായി സംവിധാനം ചെയ്യേണ്ടതാണ് ഇന്റിമേറ്റ് സീനുകളുമെന്നും തിരിച്ചറിവ് നിർമ്മാതാക്കൾക്ക് ഇന്നുണ്ട്. നൃത്തവും സംഘടനവും കൊറിയോഗ്രാഫി ചെയ്യുന്നത് പോലെ ഇന്റിമേറ്റ് രംഗങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളുകളാണ് ഇന്റിമേറ്റ് കൊറിയനേറ്റർമാർ. ക്യാമറ ആംഗിൾ മുതൽ എഡിറ്റിംഗ് പോയിന്റുകൾ വരെ അവരാണ് തീരുമാനിക്കുന്നത്. ചെറിയ ചുംബന രംഗങ്ങൾ മുതൽ അതിതീവ്ര രംഗങ്ങൾ വരെ ഇവർ കോർഡിനേറ്റ് ചെയ്യും. ആ രംഗങ്ങളിൽ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ വരെ ഇന്റിമേറ്റ് കോർഡിനേറ്റർമാർ തിരഞ്ഞെടുക്കും. ഇന്റിമേറ്റ് സീനുകൾ എടുക്കുമ്പോൾ പല നടീനടന്മാർക്കും അത് മാനസിക സംഘർഷം ഉണ്ടാക്കും. ഇത് ലഘൂകരിച്ച് സീനുകൾ മനോഹരമാക്കുകയാണ് പ്രധാന ജോലി. റൊമാൻസ് മാത്രമല്ല, മാതൃസ്നേഹം, സഹോദര സ്നേഹം, സുഹൃത്തുക്കളുടെ ബന്ധമെല്ലാം ഇന്റിമസി സീനുകളാണ്. ഇവയ്ക്കനുസരിച്ച് നടീനടന്മാരെ ഒരുക്കുന്നു. സെക്സ് സീനുകളാണെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്തും. ആദ്യം തന്നെ സീൻ ഏതാണെന്ന് അഭിനേതാക്കളോട് വിശദീകരിക്കും. പരമാവധി ആളുകളെ കുറച്ചാണ് ഷൂട്ടിംഗ്. ഒപ്പം ചിത്രീകരിക്കുന്നതിനിടെ ഒരു ലൈംഗിക ചൂഷണവും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സീനുകൾ ചിത്രീകരിക്കുമ്പോൾ നടീനടന്മാർക്കിടയിൽ പാലറ്റ് ബോൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ പല ഇന്റിമസി കിറ്റുകളും ഇന്റിമേറ്റ് കോർഡിനേറ്റർമാർ ഉപയോഗിച്ചു വരുന്നു. ഡിയോറൈറ്റ് മുതൽ സ്കിൻ കളർ ടേപ്പും പില്ലോയും വരെ ഉൾപ്പെടുന്നതാണ് ഒരു ഇന്റിമസി കൊറിയോഗ്രാഫറുടെ ടൂൾ കിറ്റ്. എന്തൊക്കെയല്ലേ? വെബ് ഡെസ്ക് തത്വമൈ TV.